+2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ് വേണോ, BCA വേണോ, അതോ ബിടെക് വേണോ എന്നുള്ളതാണ്. അപ്പൊ ഈ കോഴ്സുകൾ തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ്, അതിന്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. BSc കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ 3 വർഷമാണ് വരുന്നത്. അതിന്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ തിയറിക്കും പ്രാക്ടിക്കലിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, മാത്തമെറ്റിക്സ്, അൽഗോരിതംസ്, റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് ഇതിന്റെ സിലബസ് വരുന്നതെങ്കിൽ ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടും ഡാറ്റ അനലിസ്റ്റ് ആയിട്ടും റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടും IT സെക്ടറിലും അതുപോലെ ടീച്ചിങ് ജോബിലൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നേരെ BCAയിലേക്ക് വരികയാണെങ്കിൽ BCAയും ഡ്യൂറേഷൻ 3 years ആണ് വരുന്നത്. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് കൂടുതലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. കോഡിംഗ് പ്ലസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ലേണിംഗ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് വെബ് ഡെവലപ്മെന്റ്, ഡാറ്റാബേസ്, സോഫ്റ്റ്വെയർ ബേസിക്സ്, ഇതൊക്കെയാണ് അതിന്റെ സിലബസ് വരുന്നതെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡെവലപ്പർ, ആപ്പ് ഡെവലപ്പർ, ഡാറ്റ അനലിസ്റ്റ്, സിസ്റ്റം അഡ്മിൻ ആൻഡ് IT സപ്പോർട്ട്, ഈ മേഖലകളിലൊക്കെയാണ് സാധ്യത. ഇനി ബിടെക് ആണെങ്കിൽ ഡ്യൂറേഷൻ വരുന്നത് 4 years ആണ്. അതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഡാറ്റ ടെക്നിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഫോക്കസ് ആണ്. അതിന്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, നെറ്റ്വർക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി പോലെയുള്ളതാണ് ഇതിന്റെ സിലബസ് വരിക. കരിയർ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, AI എഞ്ചിനീയർ, ഡാറ്റ സയന്റിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, MNC ജോബ്സ് ആൻഡ് പ്രൊജക്ട് റിലേറ്റഡ് ജോബ്സ്, ഇതൊക്കെയാണ് അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. One thing you keep in your mind, there is no single best course. Only the course that is best for you matters. Choose based on your interest, not based on others' pressure.